ഹലോ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സർക്കുലാർ മോഷനിലൊരു ടോപ്പിക്ക്. നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താണെന്നൊക്കെ പഠിച്ചു. സെന്ററിലേക്കുള്ള ഫോഴ്സ്. എവറി ബോഡി വിച്ച് ഈസ് എക്സിക്യൂട്ടിംഗ് സർക്കുലാർ മോഷൻ കണ്ടിന്യൂസ്ലി ഷുഡ് പൊസസ് എ ഫോഴ്സ് ടുവേർഡ്സ് ദി സെന്റർ. ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. നമ്മളതൊക്കെ പഠിച്ചതാണ് ഡീറ്റെയിൽഡ് ആയിട്ട്. അങ്ങനെ ഒരു ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് സർക്കുലർ മോഷൻ കണ്ടിന്യൂസ് ആയിട്ട് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, the motion of planets around the sun, it is circular, so the centripetal force is provided by the force between, or force of attraction between planet and sun. Hope you remember all that things. So for the continuous execution of circular motion, there must be a force towards the center, and that force we call by the name centripetal force. Centripetal force in the magnitude എത്രയാണ്? F is equal to mv omega is equal to mv squared by r is equal to m omega squared r. 3 equations you have to by heart. So this topic, banging of rods, all of you are familiar with that. Banging of rods at the curves. കർവിൽ എങ്ങനെയാണ് റോഡ് ഉണ്ടാക്കണേ? ഹൊറിസോണ്ടൽ ആയിട്ടാണോ? കർവിൽ റോഡിന്റെ പ്ലെയിൻ എങ്ങനെയാണ്? ഹൊറിസോണ്ടൽ ആണ്. ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ദി കർവ്. ദാറ്റ് വേ ഓഫ് മേക്കിംഗ് റോഡ് ഇൻക്ലൈൻഡ് അറ്റ് ദി കർവ് ഈസ് കോൾഡ് ബാങ്കിങ് ഓഫ് റോഡ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ കർവ് തിരിയുന്ന ഒരു വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സർക്കുലർ മോഷൻ. അപ്പോൾ ആ സർക്കുലർ മോഷൻ ആക്സിഡന്റ് ഒന്നുമില്ലാതെ തിരിഞ്ഞു വരണമെങ്കിൽ ഫോഴ്സ് ടുവേർഡ്സ് ദി സെന്റർ നെസസറി ആണ്. ആ ഫോഴ്സ് ടുവേർഡ്സ് ദി സെന്റർ ഓഫ് കർവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ റോഡ് അങ്ങനെ ചെരിച്ചുണ്ടാക്കണേ. ഹൊറിസോണ്ടലാണെങ്കിൽ ടുവേർഡ്സ് ദി സെന്ററിലേക്ക് ഒരു ഫോഴ്സ് എക്സ്ട്രാ വരില്ല. ഓൺലി ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ടയർ ആൻഡ് റോഡ് മാത്രമാണ് അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാനുണ്ടാവുള്ളൂ. That is not sufficient in the case when mass is large and velocity is very large and when radius is very small for the curve. അങ്ങനെ വരുമ്പോൾ there must be a force towards the center. അത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് റോഡ് ചെരിച്ചുണ്ടാക്കിയാണ്. That process of making rod inclined at the curve. ഇൻക്ലിനേഷൻ എങ്ങടാണ്? റോഡിന്റെ കർവിന്റെ ഭാഗം താന്നിരിക്കും, ഔട്ടർ എഡ്ജ് റേസ് ചെയ്തിരിക്കും, ഔട്ടർ സൈഡ് അല്ലേ. അപ്പോൾ ഒരു വെഹിക്കിൾ, ഒരു കാറ് കർവ് തിരിയാണ്. ഇവിടെയാണ് കർവ്. ഈ ഭാഗം താങ്ങി ഈ ഭാഗം പൊങ്ങിയാണ് റോഡ് ഉണ്ടാക്കുക, സെൻട്രിപെറ്റൽ ഫോഴ്സ് കിട്ടാൻ അല്ല. അപ്പോൾ ഈ വെഹിക്കിളിന്റെ വെയിറ്റ് ഈസ് ആക്ടിങ് mg, ഈസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്. ഈ വെയിറ്റ് കൊണ്ടുള്ള റിയാക്ഷൻ ഫോഴ്സ് എപ്പോഴും ഏത് പ്ലെയിൻ ആണോ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ. അപ്പൊ റോഡിന്റെ പ്ലെയിൻ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ ചെരിഞ്ഞ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് റിയാക്ഷൻ ഫോഴ്സ് ഡ്യൂ ടു ദിസ് വെയിറ്റ് mg is acting. So this is reaction force due to weight. ഇനി ഈ റോഡ് എത്രത്തോളം ചെരിച്ചു? ആംഗിൾ ഓഫ് ബാങ്കിങ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ബാങ്കിങ് തീറ്റ. ഞാൻ തീറ്റ എന്ന് മാർക്ക് ചെയ്തു. ആംഗിൾ ഓഫ് ബാങ്കിങ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഈ mgനെ ഞാൻ മുന്നിലേക്ക് മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ പ്രൊജക്ഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആണ്, ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ് ഈ ലൈൻ അല്ലേ. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസും അതിന്റെ പെർപെൻഡിക്കുലേഴ്സ് തമ്മിലുള്ള ആംഗിൾ സെയിം ആണെന്നുള്ള കൺസെപ്റ്റിൽ ദിസ് ആംഗിൾ ഈസ് ഓൾസോ തീറ്റ, isn't it? So the reaction force, being a vector quantity, can be resolved into two rectangular components. ഇതും നമ്മുടെ previous knowledge ആണ്. R making an angle theta with this axis is R cos theta, and this one is R sin theta. R sin theta. അപ്പോൾ
ഈ വെയിറ്റ് കൊണ്ടുള്ള റിയാക്ഷൻ ഫോഴ്സിൽ ആർ സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി സെന്റർ ഓഫ് ദി കർവ് ഈ ഭാഗത്തല്ലേ. അപ്പൊ ഈ റോഡ് ഇങ്ങനെ ചെരിച്ചുണ്ടാക്കിയോണ്ട് ആർ സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ് റിയാക്ഷൻ ഫോഴ്സിന്റെ സൈൻ കമ്പോണന്റ്, നോർമൽ കമ്പോണന്റ് എന്നൊക്കെ പറയും, മേക്സ് നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഡയഗ്രാം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് എന്തിലേക്ക് വരാം? ആംഗിൾ ഓഫ് ബാങ്കിങ് എത്രയാണ് വേണ്ടതെന്നുള്ള ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. ഈ ഡയഗ്രാം നോക്കൂ. ആർ കോസ് തീറ്റ ബാലൻസസ് എം ജി വെയിറ്റ് അല്ലേ. ആർ കോസ് തീറ്റ ബാലൻസസ് വെയിറ്റ്. R sin theta, this component R sin theta is providing necessary centripetal force mv squared by r. So this is equation number 1 or this is equation number 2. ഈ കമ്പോണന്റ് ആണല്ലോ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ചെയ്താൽ എന്താ ഉണ്ടാവുക? ആറും ക്യാൻസൽ ചെയ്യും അല്ലേ. അപ്പോൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാവും. ഇക്വേഷൻ 1 ബൈ ഇക്വേഷൻ 2 ചെയ്യും. ദാറ്റ് ഈസ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർഡ് ബൈ ആർ ബൈ എം ജി. ഇതിലെ എമ്മും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി എന്തുണ്ടാവും? വി സ്ക്വയർഡ് ബൈ ആർ ജി. Therefore theta is equal to tan inverse v squared by rg. അപ്പൊ എത്ര ആംഗിൾ ചെരിക്കണം റോഡ്, അതിന്റെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. എല്ലാ കർവും ഒരുപോലെയാണോ ചെരിക്കുക? റേഡിയസ് കുറവുള്ള കർവിന് എത്ര ആംഗിൾ വേണം, റേഡിയസ് കൂടുതലുള്ള കർവിന് എത്ര ആംഗിൾ വേണം, സ്പീഡ് എത്ര ആ കർവ് തിരിയുമ്പോൾ വരാം, അതിനനുസരിച്ച് ആണ് റോഡ് അങ്ങനെ ഹൈവേ എഞ്ചിനീയറിംഗുകാർ ബിൽഡ് ചെയ്യുന്നത്. So this is very important. So by doing this way, making the rod by this way, the friction between tire and road minimized and wear and tear of the vehicle is minimized. Similarly, as centripetal force is provided by r sin theta term, no accidents occur or smooth curve travel is possible. So that are the advantages of ബാങ്കിങ് ഓഫ് കർവ്. ഇനി റോഡ് ബാങ്ക് ചെയ്തില്ലെങ്കിലോ ആക്സിഡൻസ് ഒക്കേഴ്സ്, വെയർ ആൻഡ് ടയർ, തേയ്മാനം, വെഹിക്കിളിന്റെ തേയ്മാനം ഒക്കെ കൂടും. ഈ സെയിം കേസ് ഈസ് അപ്ലിക്കബിൾ ടു റെയിൽവേ ട്രാക്ക് ഓൾസോ. ട്രെയിനിന്റെ വീല് നിങ്ങൾ ശ്രദ്ധിച്ചണ്ട, അതിന് ഒരു റോൾ ചെയ്യുന്ന ഒരു പോർഷൻ കൂടാതെ, ഇങ്ങനെ റോൾ ചെയ്ത് പോകുന്ന ഒരു പോർഷൻ കൂടാതെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു പോർഷൻ കൂടി ട്രെയിനിന്റെ വീൽ ഉണ്ട്. ഈ സ്ട്രെയിറ്റ് പ്ലാഞ്ചസ് ഓഫ് വീൽസ് എന്നാണ് ഈ സ്ട്രെയിറ്റ് പോർഷനെ നമ്മൾ നെയിം ചെയ്യാം അല്ലെ. അപ്പൊ ഇങ്ങനെ റെയിലുമ റോൾ ചെയ്യുന്ന ഒരു പോർഷനും ഇങ്ങനെ റെയിലുമായിട്ട് കീപ്പ് ചെയ്ത് ആ പൊസിഷൻ കീപ്പ് ചെയ്ത് പോണ ഈ പ്ലാഞ്ചസും ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ്, അങ്ങനെ രണ്ട് വീലിന്റെ രണ്ട് നോക്കൂ. അപ്പൊ ഇഫ് ദ ട്രാക്ക്, റെയിൽവേ ട്രാക്ക് ബാങ്ക് ചെയ്തില്ലെങ്കിൽ, ട്രെയിൻ എന്ന് പറയുന്നത് ഒരു വലിയ വെഹിക്കിളാണ്. എം വി സ്ക്വയർഡ് ബൈ ആറിൽ എം വളരെ കൂടുതലാണ്, വി എത്ര കുറഞ്ഞാലും ഭയങ്കര സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ഇഫ് ദ ട്രെയിൻ ഈസ് നോട്ട് ബാങ്ക്ഡ്, ഈ പ്ലാഞ്ചസ് അങ്ങ് തേഞ്ഞ് തീരും ഫ്രിക്ഷൻ കൊണ്ട് അല്ലേ. അപ്പൊ ഡീറെയിൽമെന്റ് ഉണ്ടാവും. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ്, റെയിൽ ഈസ് ഓൾസോ ബാങ്ക്ഡ്. എന്ത് ചെയ്യും? ഈ ഒരു റെയിൽ താഴ്ത്തിയും ഒരു റെയിൽ ഉയർത്തിയും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ആംഗിള് കിട്ടും. ആ ആംഗിള് കിട്ടുമ്പോൾ വെഹിക്കിളിന്റെ വെയിറ്റ് ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ റിയാക്ഷൻ ഫോഴ്സിന് സെന്റർ ഓഫ് ദി കർവിലേക്ക് ആർ സൈൻ തീറ്റ ടേം ഉണ്ടാവും. അതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇത് രണ്ട് റെയിലുകൾ, ഇത് താഴത്തെ കർവിന്റെ സൈഡിലത്തെ റെയിൽ, ഇത് കർവിന്റെ ഔട്ടർ സൈഡിലെ റെയിൽ. അപ്പൊ ഈ രണ്ട് റെയിലുകൾ തമ്മിൽ ഹൈറ്റ് വ്യത്യാസം ഉണ്ടാവും. ദിസ് ഇസ് ദ ഹൈറ്റ്. ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ്, പാളങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ
ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് എഴുതാം h/d, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് tan theta. Therefore theta is equal to tan inverse h/d. So this is the way of making the rod rail banked. Okay.